ഇനി തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കാണ്. അവിടെ സെക്യൂരിറ്റിയെ പൂട്ടിയിട്ട ശേഷം AC കത്തിച്ചു. സർജന്മാരുടെ കോൺഫറൻസ് നടക്കാനിരിക്കുന്ന ഹാളിന് സമീപമാണ് ഈ ആക്രമണം നടന്നത്. ചുറ്റുകയും ഗ്യാസ് സിലിണ്ടറുമായി എത്തിയ ഒരാൾ ആക്രമണം നടത്തുകയായിരുന്നു. തീയിട്ട ആൾക്ക് മാനസിക അസ്വാസ്ഥ്യം ഉള്ളതായാണ് വിവരം. MS ലിഷോയാണ് വിവരങ്ങളുമായുള്ളത്. ലിഷോയ്, ഇപ്പോൾ AC കത്തിച്ചിരിക്കുന്നതായി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ സംഭവത്തെക്കുറിച്ച് എന്താണ് പോലീസ് പറയുന്നത്? അതായത് ഈ കൃത്യം ചെയ്ത ആ വ്യക്തിയുടെ അമ്മ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ മാനസിക അസ്വസ്ഥത്തിന് ചികിത്സ തേടി വരികയാണ്. അതുപോലെ തന്നെ ഈ വ്യക്തിയും നിരവധി നാളുകളായി കടുത്ത മദ്യപാനം നടത്തിയിരുന്നു. അതിനുശേഷം അതിൽ നിന്ന് മാറുന്നതിന് വേണ്ടിയുള്ള ചികിത്സകളൊക്കെ തന്നെ നടത്തി വരികയാണ്. വിഡ്രോവൽ സിംറ്റം ഭയങ്കരമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെയാണെന്ന് പറയുന്നത്. അതിനിടയിൽ മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരുമായി ഇദ്ദേഹം തർക്കത്തിൽ ഏർപ്പെടുകയും അവിടെ നിന്ന് ഈ അമ്മ നിന്നിരുന്ന സ്ഥലത്ത് നിന്നും ഇയാളെ അവിടെ നിന്നും ഈ സെക്യൂരിറ്റി ജീവനക്കാർ ആ തർക്കത്തെ തുടർന്ന് പുറത്താക്കുകയും ചെയ്തു. അങ്ങനെ ആ ഭാഗത്ത് നിന്നും പുറത്തിറങ്ങി വരുന്നതിനിടയിലാണ് അലുമിനി ഹാളിൽ വെച്ച് മറ്റ് സെക്യൂരിറ്റി ജീവനക്കാരെ കാണുന്നതും ആ സമയത്ത് തന്നെ ഈ അലുമിനി ഹാളിനകത്തേക്ക് ഇയാൾ കടക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ് ഡോർ അടിച്ച് തകർക്കുകയും അകത്തേക്ക് കടക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഈ താൽക്കാലികമായി ഇവൻ്റ് മാനേജ്മെൻറ്റ് സംഘം, അതായത് ഒരു സർജന്മാരുടെ കോൺഫറൻസ് നടക്കുന്നുണ്ട് ഇന്ന്, അതിനെ കൊണ്ടുവന്നിരുന്ന താൽക്കാലികമായി വെക്കുന്ന AC ഉണ്ടായിരുന്നു. ആ ACക്ക് വേണ്ടി അവിടെ ഗ്യാസ് സിലിണ്ടറും അതിനോടൊപ്പം തന്നെ ചുറ്റികയും ഒക്കെ തന്നെ ഈ ഇവൻ്റ് മാനേജ്മെൻറ്റുകാരുടെ ഈ സിലിണ്ടറും അതുപോലെ തന്നെ ചുറ്റികയും ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ചാണ് അവിടെ ആ ഗ്യാസ് സിലിണ്ടർ അടിച്ച് തകർക്കുകയും പിന്നീട് ആ ACക്ക് ഉൾപ്പെടെ തീയിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇയാളെക്കുറിച്ച് മെഡിക്കൽ കോളേജ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്തു. ഇയാൾക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിഡ്രോവൽ സിംറ്റത്തിൻ്റെ ഭാഗമായി മാനസികാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നാണ് മെഡിക്കൽ കോളേജ് പോലീസ് പറയുന്നത്. സംഭവത്തിന് പിന്നിൽ മറ്റ് ദുരൂഹതകളൊന്നും തന്നെ ഇല്ല എന്നുമാണ് പോലീസ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരേക്കും മെഡിക്കൽ കോളേജ് ഒരു പരാതി നൽകിയിട്ടില്ല. കാരണം മെഡിക്കൽ കോളേജിൻ്റെ അധീനതയിലുള്ളതല്ല ഈ AC അനുബന്ധ ഉപകരണങ്ങളും. ഇത് പുറത്തുനിന്ന് വന്ന ഇവൻ്റ് മാനേജ്മെൻറ്റ് സംഘത്തിൻ്റെയാണ്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജ് ഇതുവരേക്കും പരാതി നൽകിയിരുന്നില്ല. പക്ഷേ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പരാതി നൽകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതുവരേക്കും കേസൊന്നും തന്നെ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ പരാതി ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ മറ്റ് ദുരൂഹതകളോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഈ ലക്ഷ്യമോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്.